വേദപുസ്തകം ഒരു ദിവ്യ പ്രണയ കാവ്യം. നമുക്ക് വിവിധ തരത്തിലുള്ള സ്നേഹത്തെ കാണുവാൻ കഴിയുന്നു. പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, സഹോദരി സഹോദരന്മാർ പരസ്പരം സ്നേഹിക്കുന്നു, വിശുദ്ധന്മാർ പരസ്പരം സ്നേഹിക്കുന്നു, അടിമ യജമാനനെ സ്നേഹിക്കുന്നു, യജമാനൻ അടിമയെ സ്നേഹിക്കുന്നു, രാജാവ് പ്രജകളെ സ്നേഹിക്കുന്നു, പ്രജകൾ രാജാവിനെ സ്നേഹിക്കുന്നു. നമുക്ക് ഇപ്രകാരം വിവിധ രൂപത്തിലുള്ള സ്നേഹത്തെ കാണുവാൻ കഴിയുന്നു. സമൂഹത്തിൽ നാം സ്നേഹം കാണുന്നു, സഭയിൽ നാം സ്നേഹം കാണുന്നു. ഇതിലെല്ലാത്തിലും ഉപരിയായി ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ്. ഇതാണ് സ്നേഹത്തിലെ ഉന്നതമായ സ്നേഹം. വേദപുസ്തകം നാം വായിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, അഥവാ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്നേഹിക്കുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഏത് തരത്തിലുള്ള സ്നേഹമാണ് കർത്താവ് സ്നേഹിക്കുന്നത്? തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം സ്നേഹിക്കുന്നത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെയാണ്. ഇപ്രകാരമുള്ള ഒരു സ്നേഹമാണ് ദൈവം മനുഷ്യനുമായി സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹത്തെ നാം സ്പർശിക്കേണ്ട സ്നേഹമാണ്. ഇതാണ് ഏറ്റവും ഉന്നതമായ സ്നേഹം. ഈ കാഴ്ചപ്പാടിൽ നാം വേദപുസ്തകത്തെ വായിക്കുകയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ നാം കാണുകയാണെങ്കിൽ നമ്മളുടെ സ്നേഹം യഥാർത്ഥമായി വിപ്ലവാത്മകമായി തീരും. ഈ സന്ദേശത്തിൽ നാം വേദപുസ്തകം ഒരു ദിവ്യ പ്രണയമാണെന്ന് നമുക്ക് കാണാം. വേദപുസ്തകം മുഴുവനും ഒരു ദിവ്യ പ്രണയമാണ്. ഈ ദിവ്യ പ്രണയത്തിൽ ദൈവം എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഒടുവിൽ ദൈവം മനുഷ്യനെ വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥയിൽ വേദപുസ്തകം പര്യവസാനിക്കുന്നു. യെരമ്യാ 3:14b, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതമെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഹോശയ 2:19, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. വെളിപ്പാട് 21:9b-10, ഒരുത്തൻ വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിനാൽ വേദപുസ്തകം മുഴുവനും ഒരു ദിവ്യ പ്രണയത്തിന്റെ പുസ്തകമാണെന്ന് നമുക്ക് കാണാം. ക്രിസ്തുവിൽ ദൈവം ഒരു പ്രപഞ്ച ഭർത്താവാണ്. അവൻ അവനു വേണ്ടി തന്നെ ഒരു ഭാര്യയെ തേടുന്നു. യെശയ്യാവ് 54:5, നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉൽപ്പത്തി 2:18, അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം ഇവിടെ പറയുന്നത്, എനിക്ക് തനിയെ ഇരിക്കുവാൻ താല്പര്യമില്ല, എനിക്ക് ഒരു നേരിണയെ ആവശ്യമാണ്. ദൈവം ഇവിടെ ഒരു നേരിണയെ തേടുന്നു. ഹോശയ 2:7b, അപ്പോൾ അവൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും. വെളിപ്പാട് 19:7, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ വേദപുസ്തകം മുഴുവനും ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എപ്രകാരം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു പ്രണയ കാവ്യമാണെന്ന് നമുക്ക് കാണാം. ഒടുവിൽ ദൈവം അവരെ വിവാഹം കഴിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ ഒരു വിവാഹത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കൊലോസ്യർ 1:16, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 1:31, താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലത് എന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ഉൽപ്പത്തി 2:18, അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആകാശവും ഭൂമിയും വെള്ളവും മൃഗങ്ങളും നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ഭൂമിയിൽ ആവശ്യമായ എല്ലാ വസ്തുവകകളും ഉളവായി. ഉൽപ്പത്തി പുസ്തകം 1:20, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ,
ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 25 വാക്യം, ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു. ഒടുവിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഉൽപ്പത്തി 5:1 ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവരെ ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. ഒടുവിൽ വധുവിനെ ദൈവം ഉളവാക്കി. യഹോവ ആദാമിനെക്കുറിച്ച് നിരാശനായിരുന്നു. ഉൽപ്പത്തി 3:9 യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി 6:3 അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ. ദൈവം ആദാം തൻ്റെ ഭാര്യയായിരിക്കണമെന്ന് ആഗ്രഹിച്ച് അവനെ സൃഷ്ടിച്ചു. ആദാം ജീവവൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച് ദൈവജീവനിൽ പങ്കാളിയാകുവാൻ ദൈവം ആഗ്രഹിച്ചു. അപ്രകാരം ജീവവൃക്ഷത്തിൽ നിന്ന് അവൻ ഭക്ഷിച്ച് അവൻ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കണമെന്നും അവന് ദൈവത്തിന് നേരിണയായി തീരണമെന്നുമാണ് ദൈവം ആഗ്രഹിച്ചത്. ഉൽപ്പത്തി 2:9 കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. വെളിപ്പാട് 2:7b ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിച്ചതിനാൽ ആദാം ദൈവത്തിൽ നിന്നും സ്വതന്ത്രനായി തീർന്നു. അതിൻ്റെ അർത്ഥം അവനിപ്പോൾ ദൈവത്തിൻ്റെ നേരിണയായി തീരുവാൻ തക്കവണ്ണം യോഗ്യതയില്ലാത്തവനായി തീർന്നു. എന്നാൽ ദൈവത്തിന് അവൻ്റെ ഭർത്താവായിരിക്കുവാൻ തക്കവണ്ണം അപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. ഉൽപ്പത്തി 2:16 യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ 17 എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി 3:12 അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവൾ എനിക്ക് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തന്നു, ഞാൻ ഭക്ഷിച്ചു എന്ന് ആദാം പറഞ്ഞു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ കഥ. ഇവിടെ മനുഷ്യൻ വീണു. ദൈവം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് വളരെ നിരാശനായിരുന്നു. യെശയ്യാവ് 54 നാം കണ്ടു, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവെന്ന് ഇസ്രായേലിനോട് പറയുന്നു. അവർ തങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും ആത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. യെരമ്യ 3:1 ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ടും എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എപ്രകാരം ഉള്ള ഒരു ദൈവമാണ് യഹോവയായ ദൈവം? യെരമ്യാവ് 2:2 നീ ചെന്ന് യെരുശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തു തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഹെസ്കേൽ 16:8 ഞാൻ നിന്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നഗ്നത മറച്ച് ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു, നീ എനിക്കുള്ളവളായിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്നു. അതിനാൽ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം യഹോവയായ ദൈവം അവർക്ക് നൽകിയിരുന്നു. 10 കൽപ്പനകളെന്ന് പറയുമ്പോൾ അത് ഈ വിവാഹ ഉടമ്പടിയുടെ ഒരു നിയമം കൂടിയായിരുന്നു. യിരെമ്യാവ് 2:2 ഇസ്രായേലിനെക്കുറിച്ച് തൻ്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നുവെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിന് കൽപ്പനകളെ കൊടുത്തിരിക്കുന്നതായി നാം കാണുന്നു. അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നൊരു വിഷയമുണ്ട്. ആദ്യ കൽപ്പനയുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, നീ മറ്റാരെയും സ്നേഹിക്കരുത്, നീ മറ്റൊന്നിൻ്റെയും പ്രതിമ നീ ഉണ്ടാക്കരുതെന്നൊക്കെയും കർത്താവ് അവരോട് പറയുവാനിടയായി. പ്രമാണങ്ങളൊക്കെയും നീ സൂക്ഷിക്കണമെന്ന് വ്യക്തമായി കർത്താവ് അരുളി ചെയ്തു.
ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായി വിവാഹം ചെയ്തു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുക. നീ മറ്റൊരു പുരുഷൻ്റെയും ചിത്രമോ ഫോട്ടോയോ എടുത്തു വെച്ച് നീ രഹസ്യമായി പോലും അതിനെ നോക്കുവാൻ ഇടവരരുത് എന്ന് പറയും. അപ്രകാരം തന്നെയാണ് യഹോവയായ ദൈവം നീ യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്ന് ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുവാനിടയായത്. അതിനാൽ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് വിവാഹ ഉടമ്പടിയുടെ ചടങ്ങിൻ്റെ ചില വിഷയങ്ങളാണ്. ഇസ്രായേൽ തങ്ങളുടെ ഭർത്താവാകുന്ന യഹോവയെ ഉപേക്ഷിച്ച് അവർ പരസംഗം ചെയ്തു എന്ന് നമുക്ക് കാണാം. യെഹെസ്കേൽ 16:15-16 എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു, വഴിപോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു, അത് അവനുള്ളതായിരുന്നു. നിന്റെ വസ്ത്രങ്ങളിൽ ചിലത് നീ എടുത്തു, പല നിറത്തിൽ പൂജാഗിരികളെ തീർത്ത് അലങ്കരിച്ച് അവയുടെ മേൽ പരസംഗം ചെയ്തു. ഹോശേയ 2:2 വ്യവഹരിപ്പിൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പിൻ, അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. യെരമ്യ 3:14 വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഇവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് വിലപിക്കുകയാണ്, അവരോട് മടങ്ങി വരുവാൻ പറയുകയാണ്. ഇന്ന് ദൈവം ക്രിസ്തുവിൽ പ്രവർത്തന നിരതനായിരിക്കുന്നു. ദൈവത്തിന് ഇന്ന് ക്രിസ്തുവിൽ ഒരു ഭാര്യയെ നേടേണ്ടതിനായി അവൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 2:21 ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. എഫെസ്യർ 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പൻ. ഇന്ന് യഹോവയായ ദൈവം ഒരു ഭാര്യയെ നേടുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന് ഒരു മണവാട്ടിയെ നേടുവാൻ തക്കവണ്ണം സഭയിൽ പ്രവർത്തന നിരതനായിരിക്കുന്നു. ദൈവം മുൻകാല നിത്യതയിൽ മനുഷ്യനുമായി പ്രണയബന്ധം സ്ഥാപിച്ചു. എഫെസ്യർ 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ദൈവം മുൻകാല നിത്യതയിൽ തന്നെ നമ്മെ സ്നേഹിച്ചുവെന്നും നമ്മെ തിരഞ്ഞെടുത്തുവെന്നും ഈ വാക്യം നമ്മോട് പറയുന്നു. വിശ്വാസികളായ നാം ക്രിസ്തുവിനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഭർത്താവാണ്. സഭയെന്ന് പറയുന്നത് നമ്മൾ അവനുമായി സംസാരിക്കുകയും അവനുമായി സ്നേഹിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. ഉത്തമഗീതം 1:2 അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ഉത്തമഗീതം 4:10 എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിൻ്റെ പരിമളവും എത്ര രസകരം. ഉത്തമഗീതം 2:6 അവൻ്റെ ഇടംകൈ എൻ്റെ തലയിലും കീഴേ ഇരിക്കട്ടെ, അവൻ്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. ഈ ദിവ്യ പ്രണയം വരുംകാല നിത്യതയിലാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. വെളിപ്പാട് 19:7 നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നാം മുന്നമേ കണ്ടതുപോലെ വെളിപ്പാട് 21:2 പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഇന്ന് ദൈവം ക്രിസ്തുവിൽ തൻ്റെ പുത്രന് ഭാര്യയെ നേടുവാനായി പ്രവർത്തനനിരതനായിരിക്കുകയും അതിലൂടെ അവൻ ഒരു കാന്തയെ നേടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകം മുഴുവനും ഒരു ദിവ്യ പ്രണയകാവ്യമാണെന്ന് നാം കണ്ടു. ഈ പ്രണയത്തിൽ ദൈവം തൻ്റെ സ്നേഹിക്കുന്ന ജനത്തെ എങ്ങനെ സന്ധിക്കുന്നുവെന്നും ഒടുവിൽ അവരെ വിവാഹം കഴിക്കുന്നത് പ്രകാരമെന്നും നാം കാണുന്നു. നമുക്ക് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവുമായി ഏകാന്തതയിൽ സമയം ചിലവഴിക്കാം. കർത്താവായ യേശുവേ, ഞാൻ നീയുമായി സമയം ചിലവഴിക്കുവാൻ, നിന്റെ സ്നേഹത്തിൽ ആഴ്ന്നിരിക്കുവാൻ, നിന്റെ പ്രണയത്തെ രുചിച്ചറിയുവാൻ, ഞാൻ ഏകാന്തതയിലായി നിന്നോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ, എൻ്റെ മണവാളനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.